നമസ്കാരം. ഇക്കുറി കേരള നിയമസഭയിൽ എൻ.ഡി.എയിൽ നിന്ന് 3 പെൺപുലികൾ ഉണ്ടാകുമെന്നതാണ് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. അതിൽ ഒരാൾ വട്ടിയൂർക്കാവിൽ നിന്ന് ആർ ശ്രീലേഖയാണ്, പാലക്കാട് നിന്ന് ശോഭ സുരേന്ദ്രനാണ് മറ്റൊരാൾ, ഇനി തൃശ്ശൂരിൽ നിന്ന് പത്മജ വേണുഗോപാൽ. ഇങ്ങനെ 3 പേരാണ് എൻ.ഡി.എയിൽ നിന്ന് 3 പെൺപുലികളാണ് ഇക്കുറി കേരള നിയമസഭയിൽ എൻ.ഡി.എയിൽ നിന്നുള്ള പെൺപുലികളായി രംഗത്തിറങ്ങുവാൻ പോകുന്നത്. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ് നിരവധിയായിട്ടുള്ള കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയും LDFനെയും UDFനെയും മാറി മാറി പിന്തുണച്ചിട്ടുള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിന്നാണ് ഇതാ BJPയിൽ നിന്ന് ആർ ശ്രീലേഖ നിയമസഭയിൽ എത്തുവാൻ പോകുന്നത് എന്നതാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ തീർച്ചയായും ശ്രീലേഖ 3000-നും 5000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിക്കുമെന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പട്ടം താണുപിള്ള കേരളത്തിൻ്റെ ആദ്യകാല മുഖ്യമന്ത്രിമാരിൽ ഒരാൾ, രണ്ടാമത്തെ മുഖ്യമന്ത്രി, ആദ്യത്തെ മുഖ്യമന്ത്രി കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ മുഖ്യമന്ത്രി EMS ആണ്, രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ള പിന്നീട് ഗവർണറൊക്കെയായി കേരളത്തിൽ നിന്ന് പോവുകയുണ്ടായി. അങ്ങനെ ആർ ശങ്കർ പിന്നീടുള്ള മുഖ്യമന്ത്രിയായി. അപ്പോൾ കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായ പട്ടം താണുപിള്ള വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല സ്ഥാനാർത്ഥികളെയും പിന്തുണച്ചിട്ടുള്ള മണ്ഡലമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി KC വാമദേവനെ പോലുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് പിന്നെയും പല ആൾക്കാരും അവിടെ നിന്ന് വിജയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ G കാർത്തികേയൻ, M വിജയകുമാർ, കേരളത്തിൻ്റെ സ്പീക്കറായിരുന്ന M വിജയകുമാർ വിജയകുമാറിന് ഹാട്രിക് വിജയം നേടിക്കൊടുത്ത മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. അന്ന് വട്ടിയൂർക്കാവ് മണ്ഡലം നോർത്ത് മണ്ഡലമാണ്. തിരുവനന്തപുരം നോർത്ത് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടാണ് G കാർത്തികേയനും M വിജയകുമാറുമൊക്കെ മത്സരിച്ച് വിജയിക്കുന്നത്. അങ്ങനെ മാറി മാറി ഇടതുപക്ഷത്തെയും LDFനെയും UDFനെയും പിന്തുണച്ചിട്ടുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. ഒരു കാലത്ത് തിരുവനന്തപുരം നോർത്തായിരുന്നു. പിന്നീട് വട്ടിയൂർക്കാവ് മണ്ഡലമായതിനു ശേഷം ആദ്യമായിട്ട് വിജയിക്കുന്നത് K മുരളീധരനാണ്. K മുരളീധരൻ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം അദ്ദേഹം 2019 മണ്ഡലത്തിൽ നിന്ന് പിന്നീട് തട്ടകം മാറ്റി വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുകയുണ്ടായി K മുരളീധരൻ. അത്തരത്തിൽ അദ്ദേഹം മണ്ഡലത്തെ വിട്ടുപോവുകയും പിന്നീട് അദ്ദേഹത്തെ മാറ്റി പല സ്ഥലത്തു നിന്ന് കോൺഗ്രസ് പരീക്ഷിച്ച് പരാജയപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടതോടുകൂടി പാർട്ടി തന്നെ ചതിച്ചു എന്നും താൻ രാഷ്ട്രീയ വനവാസത്തിന് കുറച്ച് നാൾ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആരോപണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. വീണ്ടും ഇതാ വട്ടിയൂർക്കാവിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്, ശ്രീലേഖയ്ക്ക് എതിരെ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രശാന്താണ്, മേയറായിരുന്ന പ്രശാന്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഇക്കുറി മത്സര രംഗത്തുണ്ട്. അപ്പോൾ പ്രശാന്തും അതോടൊപ്പം തന്നെ K മുരളീധരനും ആർ ശ്രീലേഖയും ഒക്കെയാണ് വട്ടിയൂർക്കാവിൽ നിന്ന് സ്ഥാനാർത്ഥികളായിട്ട് മത്സര രംഗത്തുള്ളത്. എങ്കിലും ഇപ്പോൾ ഇക്കുറി നേരിട്ടുള്ള ഒരു മത്സരമാണ്. K മുരളീധരനും ആർ ശ്രീലേഖയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരമെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. കാരണം K മുരളീധരൻ അവിടെ ഒരുപക്ഷെ വിജയിക്കുവാൻ പോലും സാധ്യതയുണ്ടായിരുന്നു ആദ്യ സമയത്ത് ഒരു പെർഫോമൻസ് നിലനിർത്തിക്കൊണ്ട് പോയിരുന്നുവെങ്കിൽ. പക്ഷേ അദ്ദേഹം ഇടയ്ക്കിടെ ഈ സ്ഥാനം മാറുന്ന ഒരു ആളാണ് എന്നുള്ളൊരു പരിഗണനയിലാണ് അവിടെ നിന്ന് പ്രത്യേകിച്ചും വലിയ രീതിയിലൊന്നും ആൾക്കാർ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാത്തതും ശ്രീലേഖയ്ക്ക് കൂടുതൽ ഒരല്പം പ്രാധാന്യം ശ്രീലേഖയ്ക്ക് നൽകുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശാന്ത് കഴിഞ്ഞ 7 വർഷം അവസരം കിട്ടിയിട്ട് പോലും വട്ടിയൂർക്കാവ് വികസനം എന്ന ലക്ഷ്യം പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വട്ടിയൂർക്കാവിലെ പല മേഖലകളിലും ഇടിച്ചിട്ടിട്ടുണ്ടെങ്കിലും ആ ഇടിച്ചിട്ട മേഖലയിലേക്ക് കാര്യമായ ഒരു പുരോഗതിയും നടത്തുവാൻ വേണ്ടിയിട്ട് പ്രശാന്തിനായില്ല എന്നുള്ള വലിയ വിമർശനമാണ് പ്രശാന്ത് നേരിടുന്നത്. അതോടൊപ്പം തന്നെ കാര്യമായ ഒരു പ്രവർത്തനങ്ങളും വട്ടിയൂർക്കാവിനെ കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല എന്ന വിമർശനം വോട്ടർമാർക്കിടയിൽ നിന്ന് വളരെ സജീവമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശ്രീലേഖ എന്ന പുതിയ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അവർ വട്ടിയൂർക്കാവ് മണ്ഡലത്തിനകത്ത് തന്നെ ശാസ്തമംഗലം വാർഡിൻ്റെ കൗൺസിലറാണ്. വളരെ ശക്തമായി, അതായത് ഇത്
തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസന നയരേഖകളൊക്കെ തയ്യാറാക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ആർ ശ്രീലേഖ. ആർ ശ്രീലേഖ ഇക്കുറി വളരെ ശക്തയായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു സ്ത്രീ സാന്നിധ്യമായി അവർ കേരള നിയമസഭയിലേക്ക് എത്തും എന്നതാണ് വട്ടിയൂർക്കാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട്. ഏറെ ചരിത്രപരമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ ചരിത്രപരമായി കൂടി പ്രാധാന്യമുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. വട്ടിയൂർക്കാവിൽ നിന്നാണ് ആദ്യമായി സർ സി പിക്കെതിരെയുള്ള പ്രക്ഷോഭം ആരംഭിക്കുന്നത് 1938. അത്തരത്തിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ വട്ടിയൂർക്കാവ് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത്തരത്തിലുള്ള വട്ടിയൂർക്കാവിൽ നിന്ന് ഇക്കുറി ഒരു സ്ത്രീ ശബ്ദം കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, വിലയിരുത്തുവാൻ കഴിയുന്നത്. ഇനി പാലക്കാടേക്ക് പോയാൽ കേരളത്തിൻ്റെ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാട്. ഈ പാലക്കാട് അവിടെ നിന്നും ബി ജെ പിയുടെ ഏറ്റവും ശക്തയായ സ്ത്രീ, ബി ജെ പിയുടെ ഒരുപക്ഷെ ഇന്ന് കേരളത്തിൻ്റെ എല്ലാ പാർട്ടികളിൽ നിന്ന് എടുത്തു നോക്കിയാൽ തന്നെ മത്സരിക്കുന്ന ഓരോ മണ്ഡലങ്ങളിലും വോട്ട് കൂടുതൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന, താനെത്തിയാൽ തന്നെ അവിടെ സ്ത്രീകളെന്നല്ല പുരുഷന്മാരെന്നല്ല ഒരു വൻ ജനാരവത്തെ തന്നെ തൻ്റെ മുമ്പിലേക്ക് എത്തിക്കുവാൻ ശേഷിയുള്ള പ്രസംഗക, ജനസ്വാധീനമുള്ള വ്യക്തിത്വം ശ്രീ ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴ ജില്ലയിലടക്കം മത്സരിക്കുന്ന സമയത്ത് അവിടെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ വിവിധ പ്രായത്തിൽപ്പെട്ട സ്ത്രീകൾ എവിടെ ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോഴും ഒപ്പം കൂടുന്ന ഒരു ചരിത്രമുണ്ട് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് മത്സരിക്കുമ്പോഴും അവരുടെ വോട്ട് ഓരോ തവണ മത്സരിക്കുമ്പോഴും വർദ്ധിപ്പിക്കുവാൻ ശേഷിയുള്ള അത്തരത്തിലുള്ളൊരു കരിസ്മാറ്റിക് ലീഡറാണ് ശോഭാ സുരേന്ദ്രൻ. ഇക്കുറി പാലക്കാട് മത്സരിക്കുമ്പോൾ പാലക്കാട് വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ വിജയത്തിലേക്ക് എത്തിക്കുന്ന നിരവധിയായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും നേരത്തെ അവിടെ മത്സരിച്ചത്, ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മത്സരിച്ചത് സരിനാണ്, LDFന് വേണ്ടിയിട്ട് മത്സരിച്ചത്. ആ സമയത്ത് സരിൻ ഒരു വലിയ ശക്തമായി ഒരു മത്സര രംഗത്തൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ആണ് UDFന് നല്ല രീതിയിലൊരു മത്സരം കാഴ്ചവെക്കുവാനും വിജയിക്കുവാനും കഴിഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞത്. പക്ഷേ 2021 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വർഷം LDFിൽ നിന്ന് CPIഎമ്മിൽ നിന്ന് CP പ്രമോദായിരുന്നു. CP പ്രമോദിന് കിട്ടിയത് 25.70% വോട്ടാണ്. 36,433 വോട്ടുകൾ മാത്രമാണ് അന്ന് LDFന് നേടാൻ കഴിഞ്ഞത്. ഇനി NDAക്ക് 50,220 വോട്ടാണ്. ശ്രീധരനാണ് NDAക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ മത്സര രംഗത്തുണ്ടായിരുന്നത്. 35.50% വോട്ട് നേടി അദ്ദേഹം രണ്ടാം സ്ഥാനത്ത്. വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ വർഷം ഷാഫി പറമ്പിൽ വിജയിക്കുന്നത്. 54,079 വോട്ട് ആണ് അദ്ദേഹം 2021 നേടിയത്. 38.20% വോട്ട്, 3,859 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് ഷാഫി പറമ്പിലിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഇക്കുറി മത്സര രംഗത്തേക്ക് വരുമ്പോൾ നേരത്തെ സരിനോ CP പ്രമോദോ പോലെയല്ല അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം NMR റസാഖ് വളരെ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു. വളരെ ശക്തമായ മത്സരം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. മണ്ഡലത്തിന് പുറത്തുനിന്ന് വന്ന ആളാണെങ്കിൽ കൂടി മണ്ഡലത്തിലുള്ള ആൾ എന്ന രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ ഈ പ്രചരണത്തിൻ്റെയൊക്കെ അവസാന സമയത്ത് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ആൾക്കാർ നമ്മൾ പാലക്കാട് അന്വേഷിക്കുമ്പോൾ NMR റസാഖ് വിജയിക്കും എന്ന് പറയുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ ശക്തമായ മത്സരം ഇടതുപക്ഷം കാഴ്ചവെക്കുമ്പോഴാണ് അവിടെ NDAയുടെ വിജയപ്രതീക്ഷ വീണ്ടും കൂടുന്നത്. കാരണം ക്രോസ് വോട്ടിംഗ് ഇല്ല എങ്കിൽ ഇത്തവണ പാലക്കാട് ഒരു സംശയവുമില്ല 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ ശോഭാ സുരേന്ദ്രന് വിജയിക്കുവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും പലതരത്തിലുള്ള വിവാദങ്ങൾ കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ വിജയിക്കില്ല എന്ന് ചില സർവേകളൊക്കെ പറയുന്നത്. പക്ഷേ അത്തരത്തിലൊന്നുമല്ല ശോഭാ സുരേന്ദ്രൻ വിജയിക്കുന്നത്. കാര്യമായ രീതിയിൽ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായിട്ടില്ല. വോട്ടർമാർ നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു
ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കുമെന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. SDPIയുടെ ഒരു സാന്നിധ്യം അവിടെ, SDPIയുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് പാലക്കാട് കഴിഞ്ഞ തവണ UDF വിജയിച്ചതെങ്കിലും ഇപ്പോൾ പല മണ്ഡലങ്ങളിലും SDPI പിന്തുണയ്ക്കുന്നത് CPMനെയാണ്. അത്തരത്തിൽ ഒരു സ്പ്ലിറ്റ് കൂടി ഉണ്ടാകാനുള്ളൊരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ SDPIയുടെ വോട്ട് വലിയ രീതിയിലുള്ള വോട്ടൊന്നും അവിടെ ലഭിക്കില്ല. എന്തായാലും ഉള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിലേക്കാണ് പോകാൻ സാധ്യത എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിൽ ഇപ്പോൾ UDFന് ഒരു കാര്യമായ മേൽക്കൈ അവിടെ നേടിയെടുക്കുവാൻ കഴിയില്ല. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാക്ടർ ഇപ്പോഴും വലിയ ചർച്ചാ വിധേയമാകുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോയിട്ട് പാലക്കാട് മൊത്തത്തിൽ നാണം കെടുത്തുന്ന ഒരു സ്വഭാവമായിരുന്നു ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പ്രകടമാക്കിയത് കൊണ്ടും അവിടെ കഴിഞ്ഞ കുറച്ചധികം നാൾ പാലക്കാട് MLA പോലും ഇല്ലാതിരുന്ന കുറേയധികം സമയം അദ്ദേഹം ഒളിവിലായിരിക്കുന്ന സമയത്ത് അവിടെ MLA പോലും ഇല്ലാത്ത ഒരു സാഹചര്യം, പാലക്കാട് ഇറങ്ങി നടക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് UDFൻ്റെ ഭാഗമല്ലാത്ത രമേഷ് പിഷാരടി അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിരിക്കുന്നത്. ഇക്കുറിയും അവിടെ പോൾ ചെയ്ത വോട്ട് എന്ന് പറയുന്നത് 81.59%. നേരത്തെ 2023 73.83% വോട്ടായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇക്കുറി 81.59% വോട്ടാണ് പാലക്കാട് പോൾ ചെയ്തത്. SIRൻ്റെ കൂടി എഫക്റ്റ് ഇതിനകത്തുണ്ടായിരുന്നു. എന്തായാലും ശക്തമായ ഭരണവിരുദ്ധ തരംഗം പാലക്കാടും ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഭരണവിരുദ്ധ തരംഗം സ്വാധീനത്തിലെടുക്കുവാൻ കഴിയുന്നത്, മുതലാക്കുവാൻ കഴിയുന്നത് ഇക്കുറി BJPക്ക് തന്നെയാണ്, NDAക്ക് തന്നെയാണ് എന്നതാണ് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇനി അവിടെ നിന്ന് BJPയുടെ അടുത്ത, അതായത് തൃശ്ശൂരിൽ നിന്നുള്ള പത്മജ വേണുഗോപാലാണ് BJPയിൽ നിന്ന് NDAയിൽ നിന്ന് വീണ്ടും നിയമസഭയിൽ എത്താൻ പോകുന്ന അടുത്ത സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. പത്മജ വേണുഗോപാൽ രാഷ്ട്രീയപരമായി ഏറെ ചരിത്രമുള്ള, രാഷ്ട്രീയപരമായിട്ട് തന്നെ വളരെ കേരളത്തിൽ സ്വാധീനമുള്ള വ്യക്തിത്വമാണ് പത്മജ വേണുഗോപാൽ. കഴിഞ്ഞ ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ UDFന് വേണ്ടിയിട്ടായിരുന്നു തൃശ്ശൂരിൽ മത്സരിച്ചത്, വിജയിക്കുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇക്കുറി തൃശ്ശൂരിൽ നിന്ന് അവർക്ക് വിജയിക്കുവാൻ കഴിയും എന്നത് തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും UDFന് അവിടെ നായർ വോട്ടിന് വലിയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് ഈ തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ. അവിടെ ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇക്കുറി അതുകൊണ്ട് തന്നെ UDF നായർ വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ UDFന് നേരെ NSS ശക്തമായൊരു നിലപാടെടുത്ത മണ്ഡലവും കൂടിയാണ് തൃശ്ശൂർ മണ്ഡലം. സാധാരണ UDFനെ പിന്തുണയ്ക്കുന്ന സമീപനമൊക്കെ ആയിരിക്കും ചില സമയങ്ങളിലും, മിക്ക സമയങ്ങളിലും NSS എടുക്കുക, നായർ സർവീസ് സൊസൈറ്റി എടുക്കുക. ഇക്കുറി UDFനെതിരെ ശക്തമായൊരു നിലപാടെടുത്തുകൊണ്ടുവന്ന മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ മണ്ഡലം. 2021 വളരെ ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം. LDFന് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള CPIയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് P ബാലചന്ദ്രനായിരുന്നു. UDFന് വേണ്ടിയിട്ട് പത്മജ വേണുഗോപാലായിരുന്നു. BJPക്ക് വേണ്ടിയിട്ട് അവിടെ മത്സരിച്ചത് സുരേഷ് ഗോപിയായിരുന്നു. 3 സ്ഥാനാർത്ഥികളും 40,000-ന് മുകളിൽ വോട്ട് പിടിച്ച മണ്ഡലമായിരുന്നു. വളരെ ടൈറ്റായിട്ടുള്ളൊരു മത്സരമായിരുന്നു തൃശ്ശൂരിൽ നടന്നത്. 44,263 വോട്ടാണ് LDF നേടിയത്. 43,317 വോട്ടാണ് UDF നേടിയത്. 40,457 വോട്ടാണ് BJP നേടിയത്. NDA അവിടെ നേടിയത് 946 വോട്ടിൻ്റെ വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് CPIയുടെ സ്ഥാനാർത്ഥിയായ P ബാലചന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ സാഹചര്യം ഇപ്പോൾ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. അതായത് ഇത്തവണ അവിടെ നിന്ന് മത്സരിക്കുന്നത് LDFന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ സാഹിത്യകാരനാണ്. പക്ഷേ അത്തരത്തിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു വരുവാൻ കണക്കിനുള്ള ഒരു വലിയ പ്രാധാന്യമൊന്നും അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ 3ാം സ്ഥാനത്തേക്ക് പോകും. പിന്നീട് UDFന് വേണ്ടിയിട്ട് അവിടെ മത്സരിക്കുന്നത് രാജൻ പല്ലനാണ്. കൗൺസിലർ എന്ന നിലയിലൊക്കെ വളരെ ശക്തമായ സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കുവാൻ കണക്കിനുള്ള ഒരു
ശേഷി അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കാര്യമായ സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഈ NSS ഫാക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുമ്പോൾ അവിടെ പത്മജ വേണുഗോപാൽ തന്നെ വിജയിച്ചു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. എന്തായാലും ഇക്കുറി NDAയിൽ നിന്ന് 3 പെൺപുലികൾ നിയമസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും BJP ഇത്തവണ 14 സീറ്റ് നേടും, 14 വരെ സീറ്റുകൾ നേടും എന്നുള്ള സർവേകളുണ്ട്. എന്തായാലും ഒരു നല്ല ജനകീയമായിട്ട് വളരെയധികം, അതായത് വലിയ മുന്നേറ്റം തന്നെ BJP ഇക്കുറി നിയമസഭാ മത്സരത്തിൽ നടത്തും എന്ന് തന്നെയാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ 3 പെൺപുലികൾ നിയമസഭയിൽ വരുന്നതോടുകൂടി വളരെ കരുത്തുറ്റ ഒരു പ്രകടനം തന്നെ അടുത്ത 5 വർഷം BJPക്ക് NDAക്ക് നിയമസഭയിൽ കാഴ്ചവെക്കുവാൻ സാധിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.